തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് 1990 അമേരിക്ക നടപ്പിൽ വരുത്തിയ പ്രോജക്റ്റാണ് ദ ബുക്സ് ബിഹൈൻഡ് ബാർസ് എന്ന് പറയുന്നത്. അഥവാ ജയിലിൽ ലൈബ്രറി ഉണ്ടാവും. അപ്പോൾ അവർക്ക് പുസ്തകങ്ങൾ വായിക്കാം. കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷാ കാലാവധി കുറച്ചു കൊടുക്കും. അതിൽ രസകരമായൊരു അനുഭവം പറയുന്നുണ്ട്. കെർട്ടിസ് എന്ന് പറയുന്നൊരു വ്യക്തി, അയാളൊരു സാധാരണക്കാരനാണ്, അത്രയൊന്നും വായിക്കാത്ത പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്നൊരാൾ. പക്ഷെ ഒരുപാട് കാലത്ത് ശിക്ഷയ്ക്ക് ഇയാൾ വിധിക്കപ്പെടുന്നു. അങ്ങനെ ഇയാൾ ജയിലിൽ വന്ന് ഈ ഓപ്ഷൻ സ്വീകരിച്ച് ഇയാൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ വായിച്ചു, പിന്നെ വലിയ പുസ്തകങ്ങൾ വായിച്ചു. അങ്ങനെ അയാൾക്ക് ശിക്ഷാ കാലാവധി കുറച്ചു കൊടുത്തു. അയാൾ ജയിൽ മോചിതനായി. അയാൾ ജയിൽ മോചിതനായി ഇറങ്ങുന്ന സമയത്തുള്ള കോട്ടൊക്കെ വിശ്വപ്രസിദ്ധമാണ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് എക്സാക്റ്റായിട്ട് ഓർക്കുന്നില്ല. അയാൾ പറയുന്നുണ്ട്, പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊരു കണ്ണാടി പോലെയായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ മുന്നേ ഞാൻ ആരായിരുന്നോ അതെനിക്ക് കാണാൻ പറ്റി. ഇനി എനിക്ക് ആരാകാൻ പറ്റും എന്നത് എനിക്ക് കാണാൻ പറ്റി എന്ന് പറയുന്നൊരു കോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട്, ഇയാൾക്ക് പിന്നെ പുസ്തകമില്ലാതെ, പുസ്തക വായന ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സൈക്കോളജിയിൽ മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. മറ്റൊന്നുമില്ല, നമ്മളൊരു കാര്യത്തെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അതിൻ്റെ പിന്നാലെ നടക്കുന്നു കുറേ കാലം. കുറച്ച് കാലം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ അതില്ലാതെ നമുക്ക് പറ്റാതാവും. ഈ കെർട്ടിസിന് പുസ്തകം ഇല്ലാതെ പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്നാണ് എനിക്ക് പറയാം.